കടലിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. MSC എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് കാർഗോകളുമായി പോയ വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അറബിക്കടലിൽ കാർഗോകൾ പതിക്കുന്നു. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ പറയുന്ന കാര്യം, കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഈ വിവരം ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതായത് 8ഓളം കാർഗോകൾ കടൽ പതിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. സൾഫർ കണ്ടന്റ് അടങ്ങിയ വസ്തുക്കൾ ഈ കാർഗോയിലുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. ആരും ഇത് കണ്ടാൽ ആരും ഇത് കൈകൊണ്ട് സ്പർശിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം തീരസംരക്ഷണ സേന നൽകുന്നുണ്ട്. ഇത് 112-ൽ വിളിച്ച് ആരെങ്കിലും ഇത്തരത്തിൽ അപകടകരമായ നിലയിൽ കണ്ടെയ്നറുകൾ കടലിൽ കണ്ടാൽ, ഏതെങ്കിലും മത്സ്യത്തൊഴിലാളികളോ വല്ലതും കണ്ടാൽ 112 എന്ന നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ നൽകണം. വടക്കൻ കേരള തീരത്ത് അടിയാൻ സാധ്യത, അപ്പോൾ കൊച്ചി തീരത്ത് ഇത് അടിയാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് ഇത് മനുഷ്യരെ ബാധിക്കുക എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. തീരദേശത്ത് കളക്ടറേറ്റ്, ഫിഷറീസ്, കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ളവരെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ നിരീക്ഷണവും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനവും തുടരുന്നത്. ശാലിനി, ഈ ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഈ വിവരങ്ങൾ നൽകുമ്പോഴും കോസ്റ്റ് ഗാർഡ്, അതേപോലെ തന്നെ ഇന്ത്യൻ നേവി തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ആരംഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് കൊച്ചിയിൽ നിന്നും കിരൺ കൂടി ചേരുന്നു. കിരൺ, കൊച്ചിയിൽ നിന്നും, കൊച്ചി തീരത്താണ് ഈ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത എന്ന് പറയുന്നു. കൊച്ചിയിൽ ഏതൊക്കെ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ്? ഒന്ന്, ഈ കപ്പലിലുള്ളവരെ രക്ഷിക്കണം. മറ്റൊന്ന്, കടലിൽ പതിച്ച കാർഗോകൾ അത് അപകടകരമല്ലാത്ത നിലയിൽ അത് ഒന്നുകിൽ തീരത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒക്കെ ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്? കിരൺ. വിനോദ്, ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നേവിയും കോസ്റ്റ് ഗാർഡും വ്യക്തമാക്കുന്നത്. നിലവിലിപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവരെ കൊച്ചിയിലേക്ക് തന്നെ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള സാധനങ്ങൾ, അതായത് കണ്ടെയ്നർ, വെള്ളത്തിലേക്ക് വീണ കണ്ടെയ്നറുകളിൽ നിന്നുള്ള വസ്തുക്കൾ, അത് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നാലുള്ള സാഹചര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള മുൻകരുതലുകളും ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് നേവി അറിയിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ജാഗ്രത തുടരേണ്ടതുണ്ട്. കാര്യം, ഈ കണ്ടെയ്നറിലുള്ള രാസവസ്തുക്കൾ അത് മനുഷ്യന് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്ക്, ഇത് വെള്ളത്തിലേക്ക് പടർന്നു കഴിഞ്ഞാൽ ഇതിൽ തുടരരുത് എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ അത് ഒരു പക്ഷേ കൊച്ചി തീരത്തായിട്ട് തന്നെ അടിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് എങ്ങനെയും കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പോയി ജനങ്ങളാരും തന്നെ തുടരുത്, അതിനടുത്തേക്ക് ചെല്ലേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ 112 എന്ന നമ്പറിലേക്ക് വിളിക്കാനുള്ള നിർദ്ദേശം കൂടി ഏതായാലും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഭാഗത്തു നിന്നുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിനോദ്. അതെ, ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. കിരൺ, അതേപോലെ തന്നെ ഈ നിലവിൽ ഈ കപ്പലിൽ നിന്ന് 9 പേർ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ ആ കപ്പലിലുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഏത് തരത്തിലാണ് അവിടെ നിന്നും കോസ്റ്റ് ഗാർഡ്, അതേപോലെ തന്നെ നേവിയുടെ സഹായം ഒക്കെ തേടിക്കൊണ്ടുള്ള നീക്കങ്ങൾ, അത് ഏത് ഘട്ടത്തിലാണ് എന്ന് ഈ സമയം പറയാൻ കഴിയുന്നുണ്ടോ കിരൺ? വിനോദ്, ഇവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കൊച്ചിയിലെ ആശുപത്രികളിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നേവിയുടെ തന്നെ ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ച് പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേവി ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കോസ്റ്റ് ഗാർഡും ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്. ഇവർ ഉടനെ തന്നെ ഈ രക്ഷപ്പെട്ടിട്ടുള്ള 9 പേരെയും ഉടനെ കരക്കെത്തിച്ച് അവർക്ക് വേണ്ട പ്രാഥമിക
ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം മറ്റ് ആശുപത്രികൾക്കെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കൂടുതലായി പരിക്കേറ്റവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ മാറ്റി അടിയന്തരമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എന്ന നിലയിൽ തന്നെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ചില ആശുപത്രികൾ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ഇതുമായി ബന്ധപ്പെട്ട ഈ കടലിൽ അപകടകരമായ നിലയിൽ ഒരു കപ്പൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്നു. ജാഗ്രതാ നിർദ്ദേശം വരുന്നു.